അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഉമ്മുസലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഇസ്ലാമിന് വേണ്ടി യാതനകൾ അനുഭവിച്ച ഉമ്മുസലമയുടെ ജീവിതം ദുരിതപൂർണമായി. തൂവൽ മുളക്കാത്ത കിളിക്കുഞ്ഞുങ്ങളെ പോലെയുള്ള കൊച്ചു കുട്ടികളല്ലാതെ സ്വന്തക്കാരായി ആരും മദീനയിലില്ല. ഈ അനാഥ കുടുംബം എങ്ങനെ ജീവിക്കും? വിവാഹപ്രായം പിന്നിട്ട് 4 കുട്ടികളുടെ മാതാവായി തീർന്ന ഉമ്മുസലമയെ ആർ വിവാഹം കഴിക്കാൻ? ഏതെങ്കിലും വ്യക്തി അതിന് മുതിർന്നാൽ തന്നെ 2 ഹിജ്റയിലും പങ്കെടുക്കുകയും ബദറിലും മുഹദിലും ഇസ്ലാമിനു വേണ്ടി പോർച്ചട്ടയണിയുകയും ചെയ്ത അബൂസലമയെ പോലെ പാരമ്പര്യമുള്ള ഒരു സ്വഹാബിയെ എവിടെ നിന്നു കിട്ടാൻ? മുമ്പ് ഒരാളുടെ കാര്യത്തിലും ദുഃഖിക്കാത്ത വിധം ഉമ്മുസലമയുടെ ദുര്യോഗത്തിൽ മുസ്ലിങ്ങൾ ദുഃഖിച്ചു. അറബികളുടെ വിധവ എന്ന് അർത്ഥം വരുന്ന അയ്യിമുൽ അറബ് എന്ന് അവർ ആ മഹദിക്ക് പേരിട്ടു. ഉമ്മുസലമയോടുള്ള കടപ്പാട് മുഹാജിറുകളും അൻസാറുകളും ഒരുപോലെ കൃതജ്ഞതാപൂർവം സ്മരിച്ചു. ഭർത്താവിനോടുള്ള ദുഃഖാചരണം പൂർത്തിയായതും അബൂബക്കർ സിദ്ദീഖ് അവരെ വിവാഹം കഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഉമ്മുസലമയുടെയും കുട്ടികളുടെയും കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തലായിരുന്നു സിദ്ദീഖിന്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അവർ നിരസിച്ചു. പിന്നീട് ഉമറുൽ ഫാറൂഖ് നടത്തിയ വിവാഹാഭ്യർത്ഥനയും അവർ വഴങ്ങിയില്ല. ഒടുവിൽ ഇതേ ആവശ്യവുമായി നബി അയാളെ അയച്ചപ്പോൾ അവർ തന്റെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുത്തി. അള്ളാഹുവിന്റെ റസൂലെ, 3 കാര്യങ്ങൾ എന്നിലുണ്ട്. ഞാൻ അസഹിഷ്ണുതയുള്ള സ്ത്രീയാണ്. അങ്ങേക്ക് ദേഷ്യം വരുന്ന വല്ലതും എന്നിൽ നിന്ന് വന്നേക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അപ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കും. ഞാൻ പ്രായമായ സ്ത്രീയാണ്. എനിക്ക് കുട്ടികളുണ്ട്. ഇതിനു നബി ഇങ്ങനെ മറുപടി പറഞ്ഞയച്ചു: നിന്റെ അസഹിഷ്ണുതയെ പറ്റി പറഞ്ഞുവല്ലോ, അത് ഇല്ലാതാക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. പ്രായത്തെക്കുറിച്ചാണെങ്കിൽ നിന്നേക്കാൾ പ്രായം എനിക്കുണ്ട്. കുട്ടികളുണ്ടെന്നാണെങ്കിൽ നിന്റെ കുട്ടികൾ എന്റെയും കൂടി കുട്ടികളാണ്. അങ്ങനെ ഹിജ്റ 4-ാം വർഷം ഉമ്മുസലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. സലമയുടെ ഉമ്മ എന്നറിയപ്പെട്ടിരുന്ന മഖ്സൂം വംശക്കാരി ഹിന്ദ് ഇതോടെ സത്യവിശ്വാസികളുടെ ഉമ്മയായി തീർന്നു. ബുദ്ധിയും അന്തസ്സും പക്വതയുമുള്ള ഉമ്മുസലമ നബിയുടെ കുടുംബപരമായ പ്രത്യേക പരിതസ്ഥിതികൾ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനസ്ഥിതിയോടെയും ഭർത്താവിന് പ്രശ്നമാകാതെയും ജീവിച്ചു. അവരുടെ മക്കളായ സലമ, ഉമർ, ദൂറ, സൈനബ് എന്നിവരെ സ്വന്തം മക്കളെ പോലെയാണ് നബി ലാളിച്ചു വളർത്തിയത്. ഹിജ്റ 6-ാം കൊല്ലം മക്കയിലേക്കുള്ള ഉംറ യാത്രയിൽ ഉമ്മുസലമ തിരുമേനിയെ അനുഗമിച്ചു. ഈ യാത്രയിലാണ് ഖുറൈശികൾ തിരുമേനിയെയും അനുയായികളെയും തടഞ്ഞതും തുടർന്ന് ഹുദൈബിയ ഉടമ്പടി രൂപം കൊള്ളുന്നതും. ഈ സംഭവത്തിൽ ഉമ്മുസലമ വഹിച്ച മഹത്തായ പങ്ക് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. ഉടമ്പടിയിലെ വ്യവസ്ഥകൾ തങ്ങൾക്ക് ഹാനികരമാണെന്ന തോന്നൽ സ്വഹാബികളെ അസംതൃപ്തരും രോഷാകുലരുമാക്കി തീർത്തു. ഉമറുൽ ഫാറൂഖിന്റെ നിലപാട് ശ്രദ്ധിച്ചാൽ മതി അവരുടെ പ്രതിഷേധത്തിന്റെ തീക്ഷ്ണത ഗ്രഹിക്കാൻ. കരാർ വ്യവസ്ഥകൾ ഇരുകക്ഷിയും അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ എഴുത്തുമാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ അദ്ദേഹം ചാടി എണീറ്റ് അബൂബക്കറിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു: അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനല്ലേ? നാം മുസ്ലിങ്ങളല്ലേ? അവർ മുശ്രിക്കുകളല്ലേ? തീർച്ചയായും. എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധിച്ച ശേഷം അബൂബക്കർ ഉത്തരം കൊടുത്തു: പിന്നെ നമ്മുടെ മതത്തിൽ നാം എന്തിനു താണുകൊടുക്കണം? അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാനും സാക്ഷ്യം വഹിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിച്ചു. അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവും പറഞ്ഞു. തൃപ്തി വരാതെ ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനിയെ സമീപിച്ച് മേൽ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ മതത്തിൽ നാം എന്തിനു താണുകൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി മറുപടി നൽകി: ഞാൻ അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണ്. അവന്റെ കൽപ്പന തെറ്റി ഞാൻ നടക്കുകയില്ല. ഒരിക്കലും അവൻ എന്നെ കൈവിടുകയില്ല. എണീറ്റ് അറവു നടത്തി തലമുടി വടിക്കാൻ അനുയായികളോട് കൽപ്പിച്ചപ്പോൾ ആരും എഴുന്നേൽക്കാത്ത വിധം സ്ഥിതിവശളായി. 3 വട്ടം പറഞ്ഞിട്ടും അവർ ചെവികൊണ്ടില്ല. അങ്ങനെ തിരുമേനി ഭാര്യ ഉമ്മുസലമയുടെ അടുക്കൽ ചെന്ന് ജനങ്ങളിൽ നിന്നുണ്ടായ അനുഭവം വിവരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു: അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങേക്ക് അത് വേണമെന്നുണ്ടോ? എങ്കിൽ അങ്ങ് പോകൂ. ആരോടും ഒരക്ഷരം ഉരിയാടരുത്. എന്നിട്ട് അങ്ങയുടെ ഒട്ടകത്തെ അറുത്ത് ബാർബറെ വിളിച്ച് തലമുടി വടിപ്പിക്കണം. ഈ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചു. ആരോടും സംസാരിക്കാതെ ചെന്ന് അറവ് നടത്തുകയും മുടി വടിപ്പിക്കുകയും ചെയ്തു. ഇത്
കാണേണ്ട താമസം മുസ്ലിങ്ങൾക്ക് വിവേകമുദിച്ചു. ദുഃഖാർത്തരും പശ്ചാത്താപഭരിതരുമായി അവർ എണീറ്റ് നബി ചെയ്ത രീതിയിൽ ചെയ്തു. മുമ്പുണ്ടായ സൈനിക വിജയങ്ങളെക്കാൾ വലിയ നേട്ടമായിരുന്നു ഹുദൈബിയ ഉടമ്പടി എന്ന് പിന്നീടാണ് അവർക്ക് ബോധ്യമായത്. ഈ ഉടമ്പടിക്കു ശേഷം ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിൽ വന്നു. ഹൈബർ യുദ്ധം, മക്ക വിജയം, ത്വായിഫ് ഉപരോധം, ഹവാസിൻ സഖീഫ് യുദ്ധങ്ങൾ എന്നിവയിൽ ഉമ്മുസലമ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചിട്ടുണ്ട്. ഹിജ്റ 10-ാം കൊല്ലം ഹജ്ജത്തുൽ വദായിലും അവർ പങ്കെടുത്തു. നബിയുടെ വേർപാടിനു ശേഷം ദീർഘകാലം ജീവിച്ച ഉമ്മുസലമക്ക് നിർഭാഗ്യകരമായ പല രംഗങ്ങളും കാണാനും കേൾക്കാനും യോഗമുണ്ടായി. പ്രതിസന്ധികളിൽ സമുദായത്തിനും അതിന്റെ കടിഞ്ഞാൺ പിടിക്കുന്ന വ്യക്തികൾക്കും ഒരു മാതാവിന്റെ വാത്സല്യത്തോടും ചുമതലാബോധത്തോടും കൂടി അവർ ഉപദേശങ്ങൾ നൽകി. അതേസമയം അവർ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയില്ല. അലിയുടെ കാലത്തുണ്ടായ കുഴപ്പങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ പൂർണ്ണമായി ശരിവെച്ചു ഉമ്മുസലമ. ഖലീഫയെ സഹായിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയാലോ എന്ന് വരെ അവർ കരുതി. പക്ഷേ ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനം അലങ്കരിക്കുന്ന തനിക്ക് അത് ഭൂഷണമല്ല എന്ന് ചിന്തിച്ച അവർ മകൻ ഉമറിനെയുമായി അലിയെ സമീപിച്ചിട്ട് അറിയിച്ചു, അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിന് വിരോധമാവുമെന്നും താങ്കൾ സമ്മതിക്കുകയില്ലെന്നും കരുതിയാണ് ഞാൻ താങ്കളുടെ കൂടെ രംഗത്തിറങ്ങാത്തത്. ഇതാ എന്റെ മകൻ ഉമർ, എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ഇവൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്കളുടെ കൂടെ ഉണ്ടാവും. ഉമർ ഇബ്നു അബീ സലമ ജമൽ യുദ്ധത്തിൽ ഇമാം അലിയുടെ ഭാഗത്ത് അണിനിരക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പേർഷ്യയിലും ബഹ്റൈനിലും ഗവർണർ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അലിക്കെതിരിൽ ജമൽ യുദ്ധത്തിന് പുറപ്പെടാൻ നിശ്ചയിച്ച ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയ്ക്ക് ഉമ്മുസലമ ഇങ്ങനെ എഴുതി, ഭവതിയുടെ ഈ പുറപ്പാട് എങ്ങോട്ടാണ്? അള്ളാഹു ഈ സമുദായത്തെ രക്ഷിക്കട്ടെ. ഭവതിയുടെ ഈ ഇറക്കം ഞാൻ ഇറങ്ങിയിട്ട് എന്നോട് ഫിർദൗസിൽ കടക്കാൻ പറഞ്ഞാൽ എനിക്ക് ഏർപ്പെടുത്തിയ മറ പൊളിച്ച് മുഹമ്മദിനെ കണ്ടുമുട്ടാൻ ഞാൻ തീർച്ചയായും ലജ്ജിക്കും. 84 വയസ്സുവരെ ജീവിച്ച ഉമ്മുസലമക്ക് കർബലയിലെ നബി കുടുംബത്തിന്റെ കശാപ്പ് വാർത്തയും കേൾക്കേണ്ടി വന്നു. പ്രവാചകന്റെ പൗത്രനും അലിയുടെയും ഫാത്തിമത്തു സഹ്റായിന്റെയും പുത്രനുമായ ഹുസൈന്റെ വധവിവരം അറിഞ്ഞ ശേഷമാണ് അവർ അന്തരിച്ചത്. ഹിജ്റ 61-ൽ അവരാണ് അവസാനം മരിച്ച നബി പത്നി. തിരുമേനിയിൽ നിന്ന് 328 ഹദീസ് ഈ മഹദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഉമ്മുസലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രഭാഗം വളരെ ചുരുക്കി ഇവിടെ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സ്വഹാബി വനിതയുടെ ചരിത്രമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള ചരിത്രങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.